നെക്സ്റ്റ് നമ്മൾ കുറച്ച് ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ബൈ പ്രൊപ്പറേറ്റർ. പ്രൊപ്പറേറ്റർ എന്ന് വെച്ചാൽ ആരാ? ഓണറാണ്. അയാൾ എന്താണ് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്യുമ്പം എന്താണ് എൻട്രി വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്ക്, സംടൈംസ് ദ പ്രൊപ്പറേറ്റർ വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ ഈസ് പേഴ്സണൽ യൂസ് ഓർ പ്രൈവറ്റ് യൂസ്. ചിലപ്പോൾ എന്താണ് പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ്, വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ അങ്ങനെ എന്തെങ്കിലും വിഡ്രോ ചെയ്യും അല്ലേ. സിമിലർലി ഹി മൈ ടേക്ക് ഗുഡ്സ് ഫ്രം ബിസിനസ്, അതായത് നമ്മൾ പറഞ്ഞ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സോ ക്യാഷോ എന്തെങ്കിലും വിഡ്രോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വിഡ്രോയിങ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ വിഡ്രോയിങ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുക. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് മീൻഡ് ഫോർ റെക്കോർഡിംഗ് പേഴ്സണൽ ഓർ പ്രൈവറ്റ് ട്രാൻസാക്ഷൻ ഓഫ് പ്രൊപ്പറേറ്റർ ഓഫ് എ ബിസിനസ്. അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രൊപ്പറേറ്റർ എന്താണ്, അല്ലെങ്കിൽ ഓണർ തന്നെയാണ് കേട്ടോ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. അയാൾ എന്താണ്, അയാളെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയോ ഗുഡ്സോ എന്തെങ്കിലും ബിസിനസ്സിന് വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുക. ചിലപ്പോൾ അത് ഇൻകം ടാക്സ് അടയ്ക്കാനാവുക, ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസി അടയ്ക്കാനാവുക, ചിലപ്പോൾ എന്താ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും അസറ്റ്, ഇപ്പോൾ വീട്ടിലേക്ക് ടിവിയോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനാവുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് പൈസ എടുക്കാമെന്ന് വെച്ച് ഓണർ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പൈസനെ നമ്മൾ എന്താക്കും? സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലാണ് നമ്മൾ കാണിക്കുക കേട്ടോ ബിസിനസ്സിന് വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രോയിങ്സ് ആക്കുക. അതേപോലെ ബിസിനസ്സിൽ ചിലപ്പോൾ ഇപ്പം ബിസിനസ്സിൽ നമുക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ ഷോപ്പിൽ. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഒരു ഫർണിച്ചർ അയാളെ വീട്ടിൽ കൊണ്ട് വെച്ചു ഓണർ. അപ്പോൾ ഓണർ അയാളെ വീട്ടിലേക്ക് വെച്ചാൽ ബിസിനസ്സിന് എന്താണ് ആ ഫർണിച്ചർ നഷ്ടമാവുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ കാണിക്കുക? ഡ്രോയിങ്സ് അക്കൗണ്ട് അതിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ കുറച്ച് ജേണൽ എൻട്രീസ് പാസ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ജേണൽ എൻട്രി നോക്ക്. ഫസ്റ്റത്തെ എന്താണ്? വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ വരിക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കാരണം എന്താണ്? അയാൾ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാഷ് അയാൾ വിഡ്രോ ചെയ്ത്. അപ്പോൾ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെപ്റ്റർ ചെയ്യും. കാരണം എന്താണ്? ഡെബിറ്റ് ഓൺ എന്താണ്? എക്സ്പെൻസ് ആൻഡ് ലോസസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിലും ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താ? അയാളെ അക്കൗണ്ടിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ അത് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാഷ് ബിസിനസ്സിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് എന്താണ്? ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണല്ലോ, അല്ല സോറി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആണല്ലോ. അപ്പോൾ ക്യാഷ് പോവുകയല്ലേ ചെയ്ത്, അതുകൊണ്ട് ക്യാഷിന് നമ്മൾ എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത് കേട്ടോ. അത് നമ്മൾ നരേഷനായിട്ട് ചെയ്തു. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. വെൻ ദ പ്രൊപ്പറേറ്റർ വിഡ്രോസ് ക്യാഷ് ഫോർ ബിസിനസ്, ക്യാഷ് എന്താ ചെയ്യുക? ഗോസ് ഔട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. കാരണം ബിസിനസ്സിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയപ്പോൾ ബിസിനസ്സിന് ക്യാഷ് പോവുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഫോർ പേഴ്സണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസ്. അപ്പോഴും എന്താ വരിക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗുഡ്സിന് എഴുതുമോ? ഇല്ല, അതിന് പകരം നമ്മൾ പർച്ചേസിന് കാണിക്കും. ഇനി സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും സാധനമാണ് വിഡ്രോ ചെയ്തെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതും? എന്താണോ വിഡ്രോ ചെയ്തത് ആ സാധനത്തിൻ്റെ പേരാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പർച്ചേസിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി? കാരണം എന്താണ്? വെൻ ദ proprietor takes goods for domestic purpose, the goods purchased or stock is reduced. That's why the purchase of stock account is credited. എന്താണ്? നമ്മൾ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ച ഗുഡ്സ് അയാളെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ആ ഗുഡ് എന്താ കുറയല്ലേ ചെയ്തത്. ഇപ്പോൾ അയാളെന്താക്കി? ബിസിനസ്സിൽ നിന്ന് ഒരു ഫർണിച്ചർ, നമ്മളെ ഷോപ്പിലുള്ള ഒരു ഫർണിച്ചർ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഷോപ്പിലുള്ള ഒരു ടി വി അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താണ്? ആ ബിസിനസ്സിന് ആ ടി വി നഷ്ടപ്പെടുകയല്ലേ ചെയ്തത് അല്ലേ? ബിസിനസ്സിന് ഇല്ലാതാവുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബിസിനസ്സിന് വാട്ട് ഗോസ് ഔട്ട് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്ക്. വെൻ പ്രൊപ്പറേറ്റർ ഇൻവെസ്റ്റ് മണി ഓർ അസറ്റ് ഇൻ ബിസിനസ് ഹിസ് ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്. അതായത് ബിസിനസ്സിലേക്ക് എന്താ ചെയ്യുക? മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. വെൻ ഹി ടേക്ക് സംതിങ് ഔട്ട് ഫോർ ഹിസ് പ്രൈവറ്റ് യൂസ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ്. ദെയർഫോർ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഡ്രോയിങ്സ് വിൽ ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദ ജേണൽ എൻട്രി ഈസ് എന്താ വരിക? ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അയാൾ കുറേ സാധനമൊക്കെ ഇങ്ങനെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫസ്റ്റ്
ഫസ്റ്റ് നമ്മൾ അയാൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ ഫസ്റ്റ് നമ്മൾ എന്താണ് ഇപ്പോൾ ആരാണോ ബിസിനസ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തായിരുന്നു എൻട്രി ഇടൽ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാന്ന് വെച്ചാൽ അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയല്ലായിരുന്നു നമ്മൾ എൻട്രി ഇടൽ. അയാൾ കൊണ്ടുവന്നതുകൊണ്ട് മറ്റേത് എന്താ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അയാൾ കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, അയാൾ എന്താ ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ അയാൾ വിഡ്രോ ചെയ്യുകയാണ് ബിസിനസ് എന്ന് വിചാരിച്ചു. അപ്പോൾ എൻട്രി നേരെ തിരിച്ച് വരും, എന്ത് വരും, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും, ഡ്രോയിങ്സ് അക്കൗണ്ട്. അയാൾ എന്തായി വിഡ്രോ ചെയ്തുകൊണ്ട് പോയി അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അവിടെ ഡിക്രീസ് ചെയ്യല്ലേ ചെയ്തത് ഇല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ തിരിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്, അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തത്, ഡെബിറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ലാബിലിറ്റി ആണ് ക്യാപിറ്റൽ. ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് ആണ് ചെയ്യുക അല്ലേ. അമേരിക്കൻ അപ്രോച്ച് വെച്ചിട്ടാണ് ഇത് നോക്കിയത്. അപ്പോൾ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ട് എന്തായി, ഡിക്രീസ് ആണ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് നോക്ക്, നെക്സ്റ്റ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് സാമ്പിൾ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് സാമ്പിളിൽ മെയിനായിട്ട് വരുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മളെന്താ ചെയ്തത്, ചില നമുക്കറിയാം, നമ്മൾ ഗുഡ്സ് ഉണ്ട്, നമുക്ക് കുറേ ഗുഡ്സ് ഉണ്ട്. അതായത് ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സോപ്പ് കമ്പനി അല്ലെങ്കിൽ ഷാമ്പൂ അങ്ങനെ എന്തെങ്കിലും കമ്പനിയാണെന്ന് വിചാരിച്ചു. നമുക്ക് പക്ഷെ നമ്മളെ ഗുഡ്സിന് എന്താണ് അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നും കിട്ടുന്നില്ല, ആരും നമ്മളെ ഗുഡ്സ് വാങ്ങുന്നില്ല. പക്ഷെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ മറ്റുള്ളവർ വാങ്ങി യൂസ് ചെയ്താലല്ലേ അത് ക്വാളിറ്റി ഉള്ളതാണെന്ന് അറിയുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്താലല്ലേ അവർക്ക് ആ ബ്രാൻഡ് ഇഷ്ടപ്പെട്ട് അവർ വീണ്ടും വീണ്ടും അത് വാങ്ങുക അല്ലേ. അപ്പോൾ നമ്മൾ ഗുഡ്സ് ആരും വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഗുഡ്സ് സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഫ്രീ ആയിട്ട്, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചില മാഗസീനൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ കൂടെ ചെറിയ പാക്കറ്റായിട്ട് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഷാമ്പൂ ഒക്കെ കിട്ടും അല്ലേ. അതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒക്കെ എന്താ ചെറിയ പാക്കറ്റിൽ ചിലപ്പോൾ ഷാമ്പൂ അല്ലെങ്കിൽ ചെറിയ സോപ്പ് അങ്ങനെയൊക്കെ കിട്ടും. അതെന്തിനാണ് അവരങ്ങനെ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ ആ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം ആയതുകൊണ്ട് നമ്മളെന്താക്കും, അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ചിലപ്പോൾ ഷാമ്പു വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ ചെറിയ സോപ്പ് ഫ്രീ, അല്ലെങ്കിൽ സോപ്പ് വാങ്ങുമ്പോൾ ചെറിയ പാക്കറ്റ് ഷാമ്പു ഫ്രീ, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ അതെന്താണ്, സോപ്പ് വാങ്ങുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് ഷാമ്പു കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ ഫ്രീ ആയിട്ട് കിട്ടിയ ഷാമ്പു അവർ യൂസ് ചെയ്യും. അപ്പോൾ ഇത് നല്ല ഷാമ്പു ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കസ്റ്റമേഴ്സ് എന്താക്കും, വീണ്ടും ആ പേര് പറഞ്ഞിട്ട് വീണ്ടും എന്താക്കും, ഒരു മാർക്കറ്റിൽ പോയി അതേ ഷാമ്പുവിനെ വാങ്ങും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്താക്കുന്നത്, ഗുഡ്സ് ഫ്രീ ആയിട്ട് സാമ്പിൾസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, സംടൈംസ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു കസ്റ്റമേഴ്സ് ആസ് സാമ്പിൾസ് അറ്റ് ഫ്രീ കോസ്റ്റ്, ഫ്രീ ആയിട്ട് കൊടുക്കും. ഇൻ സച്ച് എ കേസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് സാമ്പിൾ ഷുഡ് ബി ഡെബിറ്റഡ് ടു എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യുക. കാരണം എന്താണ്, നമ്മളെ സംബന്ധിച്ചോളം അത് എക്സ്പെൻസ് ആണ് അല്ലേ. ചെറിയ സാമ്പിൾ പാക്കറ്റ് ഷാമ്പു ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അത് എക്സ്പെൻസ് അല്ലേ. നമ്മൾ പൈസ മടക്കി ഉണ്ടാക്കിയ സാധനമാണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നത്. അത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളത് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം അതൊരു എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള പരസ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മളിത് കാണിക്കുക. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ വരിക, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോക്ക്. കാരണം എന്താണ് ഇവിടെ എന്താ വന്നത്, ഇവിടെ അഡ്വർടൈസ്മെൻറ്റിന് ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നോമിനൽ അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ഡെബിറ്റ് ഓൾ ഇൻകം ഓർ ലോസസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ഓർ ലോസസ് ആണ്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിനെ എന്ത് ചെയ്ത് ഡെബിറ്റ് ചെയ്ത് ടു പർച്ചേസ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് ഗുഡ്സ്, എന്ത് ഗുഡ്സാണോ കൊടുക്കുന്നത്, ഗുഡ്സിന് എഴുതൂല, അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് കൊടുത്ത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനത്തിൻ്റെ പേര് വ്യക്തമായിട്ട് ട്രാൻസാക്ഷനിൽ തരികയാണെങ്കിൽ സ്റ്റോക്കിന് പകരം സാധനത്തിൻ്റെ പേര് എഴുതും. പർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ബിസിനസ്സിന് ആ സാധനം പോവുകയാണല്ലേ, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ട് ഗോസ് ഔട്ടിൽ നമ്മൾ എന്താ ചെയ്യുക, ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് ടു പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. ഇഫ് ദ ഗുഡ്സ് ആർ ഗിവൺ ഫോർ ചാരിറ്റി പർപ്പസ്, ചാരിറ്റി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് പർച്ചേസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇനിയിപ്പോൾ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, ഈ ഓർഫനേജിലൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തെങ്കിൽ എന്താവും, ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്ഥലത്തില്ലേ, ഇവിടെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്ത് വരും, ചാരിറ്റി അക്കൗണ്ട് നമ്മൾ കൊടുക്കും. ബാക്കി മാറ്റമൊന്നുമില്ല, എന്തായാലും നമ്മൾ കയ്യിൽ നിന്ന് ബിസിനസ്സിന് ഐറ്റം പോവുക തന്നെയാണ്. അപ്പോൾ ചാരിറ്റി അക്കൗണ്ടിൽ നിന്ന് വരും. അപ്പം നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് എന്താണ്, ലോസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് ബൈ തെഫ്റ്റ് ഓർ ബൈ ഫയർ. അപ്പം തീപിടുത്തം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും മോഷ്ടിച്ചിട്ടോ കുറേ ഗുഡ്സ് നഷ്ടപ്പെട്ടു പോവുക, അങ്ങനത്തെ കേസിൽ എന്താ വരിക നോക്കാം. അപ്പോൾ എന്താണ്, സംടൈംസ് ആൻ ആക്സിഡൻറ്റ് ലൈക്ക് ഫയർ ടേക്ക് പ്ലേസ് ഓർ സം തെഫ്റ്റ്
ടേക്ക് പ്ലേസ് അല്ലേ. ചില സമയത്ത് എന്താണ് ചിലപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ട് കുറേ ഗുഡ്സ് നശിച്ചു പോകും, അല്ലെങ്കിൽ കള്ളന്മാരാണെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടാവും കുറച്ച് ഗുഡ്സ് നശിച്ചു പോകും. അപ്പം അങ്ങനെ ബോത്ത് ഇതിൽ എന്ത് കേസാണെങ്കിലും ഗുഡ്സ് എന്താണ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഗുഡ്സ് നമ്മൾ എന്തായിട്ടാണ് കാണിക്കുക, ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഓർ ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കും. തീപിടുത്തം വന്നിട്ടാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ലോസ് ബൈ ഫയർ അക്കൗണ്ട് എഴുതും. അല്ലാണ്ട് എന്താണ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്താണ് ജേർണൽ എൻട്രി ചെയ്താൽ നോക്ക്, ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഓർ ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ് പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് എന്നാണ് വരിക. കാരണം എന്താണ് നമുക്കറിയാം ലോസ് ആകുമ്പോൾ തന്നെ നമുക്ക് നോമിനൽ അക്കൗണ്ട് ആണെന്ന് അറിയാം. എക്സ്പെൻസസിനെയും ലോസസിനെയും നമ്മൾ എന്താണ് നോമിനൽ അക്കൗണ്ട് ചെയ്യുക, ഡെബിറ്റാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ലോസ് ബൈ ഫയർ അല്ലെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഡെബിറ്റ് ചെയ്തത് ടു പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് കാണിക്കുക. കാരണം എന്താണ്, പർച്ചേസും സ്റ്റോക്കാണെങ്കിൽ എന്താണോ ഐറ്റം നഷ്ടപ്പെട്ടു പോയത്, എന്ത് ഗുഡ്സ് ആയതുകൊണ്ടാണ് അവിടെ പർച്ചേസ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതെന്താണോ നഷ്ടപ്പെട്ടു പോയത്, ബിസിനസ്സിൽ നിന്ന് പോവുകയല്ല ചെയ്തത്. കള്ളന്മാർ കട്ടുകൊണ്ട് പോവുകയാണെങ്കിലും തീപിടുത്തം വന്നിട്ടാണെങ്കിലും ബിസിനസ്സിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ വാട്ട് ഗോസ് ഔട്ടാണ് റിയൽ അക്കൗണ്ട് ആണ് വരിക. അപ്പോൾ വാട്ട് ഗോസ് ഔട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിന് ക്രെഡിറ്റ് ആണ് ചെയ്യുക. according to the law applicable to nominal account all losses are debited. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ദാറ്റ്സ് വൈ എന്ത് ചെയ്ത് ലോസ് ബൈ ഫയർ അല്ലെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്ത്. വേറെ ദർ ഇസ് എ ലോസ് ഓഫ് ഗുഡ്സ്, ദർ ഇസ് എ റിഡക്ഷൻ ഇൻ സ്റ്റോക്ക്. അതുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ക്രെഡിറ്റ് ചെയ്ത്. റിഡക്ഷൻ ആണ്, സ്റ്റോക്ക് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ചെയ്തത്, ക്രെഡിറ്റ് ചെയ്തത്. കാരണം എന്താണ്, നമ്മളെ ബിസിനസ്സിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റ് ഹി മേ ഫെയിൽ ടു പേ ദ എമൗണ്ട് ടു ദ ഫേം. ദ എമൗണ്ട് നോട്ട് റിക്കവർഡ് ഈസ് കോൾഡ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കടമായിട്ടിരിക്കും ഗുഡ്സൊക്കെ വാങ്ങിയിട്ട് പോകുക അല്ലേ. കടത്തിന് ഗുഡ്സ് വാങ്ങുന്നവർ നമ്മൾ എന്ത് പറയും, ഡെപ്റ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ചിലരെന്താവും, കസ്റ്റമേഴ്സ് ഫുൾ എമൗണ്ട് തരില്ല. അവരെന്താക്കും, കുറച്ച് എമൗണ്ട് മാത്രം തന്നിട്ട് ബാക്കി എമൗണ്ട് കടത്തിന് വാങ്ങും, അതിൻ്റെ അടുത്ത മാസം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ചില സമയത്ത് എന്ത് സംഭവിക്കും, ആ എമൗണ്ട് അവർ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഫേമിലേക്ക് തരൂല. അങ്ങനത്തെ കേസുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് കിട്ടാതെ നിൽക്കില്ല. അങ്ങനെ കിട്ടാതെ നിൽക്കുന്ന കടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് നോട്ട് റിക്കവേർഡ്. നമ്മൾ വിചാരിക്കും അവർ തരുന്നു, പക്ഷെ എന്താക്കും, കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് കടം മേടിച്ചുകൊണ്ട് പോയത് നമുക്ക് എന്ത് തരില്ല, തിരിച്ച് അവർ തരൂല. അപ്പോൾ അങ്ങനെ കിട്ടാത്ത കട ഉണ്ടാവും. അങ്ങനത്തെ കിട്ടാക്കടത്തിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ദ ഇറക്കവറബിൾ എമൗണ്ട് ഫ്രം ഡെപ്റ്റേഴ്സിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തിരിച്ച് കിട്ടാത്ത എമൗണ്ട്, ഡെപ്റ്റേഴ്സ് നമ്മളെ അടുത്ത് നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവരെന്താണ്, നമുക്ക് പൈസ തരുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ എന്താണ്, അവർ നമുക്ക് പൈസ തരൂല. അപ്പോൾ അങ്ങനെ നമ്മളടുത്ത് കടത്തിന് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറക്കവറബിൾ എമൗണ്ട് ഫ്രം ഡെപ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് നമുക്ക് ബിസിനസ്സിലൊരു ലോസാണ് അല്ലേ. ബാഡ് ഡെപ്റ്റ് നമ്മൾ ബിസിനസ്സിന് നഷ്ടമാണ് അല്ലേ. നമ്മൾ കടത്തിന് നമ്മളെ സാധനം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്ത് നമുക്ക് പൈസ കിട്ടും നമ്മൾ വിചാരിക്കും, പക്ഷെ എന്താണ്, നമുക്ക് പൈസ കിട്ടൂല. അപ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കിട്ടാക്കട ആണ്, നമുക്ക് ലോസാണ്. അപ്പോൾ അത് ബിസിനസ്സിന് ലോസാണ്. അതുകൊണ്ട് തന്നെ ലോസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെപ്റ്റാണ് ചെയ്യുക. അപ്പോൾ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്താണ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. കാരണം എന്താണ്, ബാഡ് ഡെപ്റ്റ് ലോസ് ആയതുകൊണ്ട് ഡെബിറ്റ് ഓൾ ലോസസ് ആണ്. ബാഡ് ഡെപ്റ്റ് പേയിലെ വരിക, നോമിനൽ അക്കൗണ്ടിലാണ് വരിക, ഡെബിറ്റ് ഓൾ ലോസസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബാഡ് ഡെപ്റ്റ് ഡെബിറ്റ് ചെയ്യും ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നമുക്ക് ആരൊക്കെ നമുക്ക് കിട്ടാനുള്ളത് ആരാണ്, ഡെപ്റ്റേഴ്സാണ്. അവർ നമുക്ക് തന്നിട്ടില്ല പൈസ, അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തതാണ് അവർക്ക്, അവർ റിസീവറാണ് അല്ലേ. നമ്മളെ സാധനം അവരുടെ അടുത്തുണ്ട്, അവർ നമുക്ക് പൈസ തരാനാണ്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ദ എമൗണ്ട് നോട്ട് റിക്കവേർഡ് ആണ്. ഇറക്കവറബിൾ എമൗണ്ട് ഫ്രം ഡെപ്റ്റേഴ്സ്. നമ്മളുടെ നിന്ന് കടം മേടിച്ച് കൊണ്ടുപോയ ആൾക്കാരായിരിക്കും പൈസ, പക്ഷേ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ അവർ തരാതെ നിൽക്കും. അങ്ങനത്തെ കിട്ടാക്കടത്തിനാണ് നമ്മൾ എന്ത് പറയുക, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്താ നോക്ക്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്നാകുമ്പോൾ എന്താ വരിക, സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് ദ എമൗണ്ട് റിട്ടേൺ ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് റിക്കവേർഡ് ലേറ്റർ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെടുത്ത് നമുക്കിപ്പോൾ ബിസിനസ്സിൻ്റെ ഓണറാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെടുത്ത് നിന്ന് എക്സ് എന്ന് പറഞ്ഞ ഒരാളെന്താക്കി, കടത്തിന് കുറേ ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോയി. കുറേ സാരി, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ നമ്മളെടുത്ത് കുറേ സാരി മേടിച്ചുകൊണ്ട് പോയി. പക്ഷെ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞാൽ, അടുത്ത മാസം 10-ാം തീയതി തരാമെന്ന് പറഞ്ഞ ആളാണ്, പക്ഷെ പൈസ തന്നില്ല. അടുത്ത മാസം കഴിഞ്ഞിട്ടും പൈസ തന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ കിട്ടാക്കടാന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിച്ചു വെച്ചു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറേ മന്ത്സ് കഴിഞ്ഞപ്പോൾ അയാൾ ആ പൈസ നമുക്ക് തിരിച്ചു കൊണ്ട് തരുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയി എന്ന് വിചാരിച്ച എമൗണ്ട് നമുക്ക് എന്തായി കുറേ കാലം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ റിക്കവേർഡ്. അപ്പോൾ നമുക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. കാരണം എന്താണ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്, വെൻ ദ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് cash comes in business, hence cash account is debited. Bad debt recovered is a gain, so it is credited. It should be noted that in case of bad debt recovered, debtors account should not be credited. This is because debtors already be closed. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ക്യാഷ് നമുക്ക് അവർ തിരിച്ച് തരികയാണല്ലേ ചെയ്യുന്നത് അല്ലേ. നമ്മൾ കിട്ടൂല എന്ന് വിചാരിച്ച പൈസയായിരുന്നു, പക്ഷേ എന്താണ്, അവർ നമുക്ക് തിരിച്ചു കൊണ്ട് തന്ന്. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ട് തന്നപ്പോൾ ക്യാഷ് നമുക്ക് ബിസിനസ്സിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് എന്താണ് ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആണ്. കാരണം എന്താണ്, നമുക്ക് ഗെയിനാണ്. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ കിട്ടൂല വെച്ച സാധനം നമുക്കത് കിട്ടി. അപ്പോൾ അതെന്താണ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്താ, നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്കത് ഗെയിൻ അല്ലേ, നമ്മൾ കിട്ടൂല എന്ന് എഴുതി തള്ളിയ പൈസ നമുക്കത് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂൾ എന്താണ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ലോൺസ് ആണ് നെക്സ്റ്റ്. അപ്പോൾ ലോൺസ് എന്താണ്, നമുക്ക് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ലോൺസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ലോണും ഉണ്ട്, നമ്മൾ മറ്റുള്ള പുറത്തുനിന്ന് ആളെടുത്തുനിന്ന് നമ്മൾ കടമായിട്ട് വാങ്ങുന്ന ലോണും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ലോൺ നമുക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താക്കാം, നമ്മൾ ഔട്ട് സൈഡർ അടുത്ത് വാങ്ങുന്ന ലോൺ നോക്കാം. സംടൈംസ് ദ പ്രൊപ്പറേറ്റർ ടേക്സ് ലോൺ ഫ്രം ഔട്ട്സൈഡ്, സംടൈംസ് ഹി ഗേവ് ലോൺ ടു ഔട്ട്സൈഡേഴ്സ്. അങ്ങനെ 2 ടൈപ്പ് ലോൺ ഉണ്ട്. ഒന്ന് എന്താണ്, ഫസ്റ്റ് ലോണ് നമ്മൾ എന്താണ്, മറ്റുള്ളവരുടെ അടുത്ത് കടമായിട്ട് വാങ്ങുന്നത്, ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കടമായിട്ട് വാങ്ങുന്നത്. ചില സമയത്ത് നമ്മൾ എന്താണ്, ഔട്ട്സൈഡേഴ്സിന് നമ്മൾ അങ്ങോട്ട് ലോൺ കൊടുക്കും ഇല്ലേ. 2 ടൈപ്പ് ഉണ്ട്. ചില സമയത്ത് നമുക്ക് പൈസ തികയായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കടമായിട്ട് വാങ്ങും. ചില സമയത്ത് നമ്മളോട് ആരെങ്കിലും കടമായിട്ട് പൈസ വാങ്ങും. അങ്ങനെ 2 ടൈപ്പ് ലോൺ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കടമായിട്ട് പൈസ എടുക്കുകയാണെങ്കിൽ എന്താണ് എൻട്രി വരുന്നത് നോക്കാം. അപ്പോൾ എന്താ വരിക, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് കടമായിട്ട് പൈസ വാങ്ങി. അപ്പോൾ എന്താ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോൺ ഫ്രം ഔട്ട്സൈഡർ ഇല്ലേ. ക്യാഷ് അക്കൗണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എന്താണ് പൈസ കടമായിട്ട് വാങ്ങി ആണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്താ വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോൺ ഫ്രം ഔട്ട്സൈഡർ എന്ന് വരും ഇല്ലേ. ക്യാഷ് അക്കൗണ്ട്, അപ്പോൾ നമ്മൾ എന്താണ് കടമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി. അപ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്താണ്, വാർഡ് ക്യാഷാണ്. അപ്പോൾ എന്താണ്, നമ്മൾ റിയൽ അക്കൗണ്ട് ആണ്. എന്താണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ. ക്യാഷ് നമ്മളെ കയ്യിൽ കിട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്ത്, ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ടു ലോൺ ഫ്രം ഔട്ട്സൈഡർ. നമ്മളെന്താണ് പുറത്തുള്ള ആളുടെ അടുത്ത് നിന്ന് കടമായിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പൈസ കടമായിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ദ റിസീവറും ക്രെഡിറ്റ് ദ ഗിവറും ആണ്. അപ്പോൾ ലോൺ തന്ന ആളെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ലോൺ തന്ന ഔട്ട്സൈഡറിന് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുക എന്ന് വിചാരിച്ചു. വെൻ ദ ലോൺ ഈസ് ടേക്കൺ ഫ്രം ഔട്ട്സൈഡർ, അതെന്താണ്, ലാബിലിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ എഴുതി തന്നെയാണ് നമ്മളൊന്നും കൂടെ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, എന്താണ്, ലോണ് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എടുത്തപ്പം വെൻ ദ ലോൺ ഈസ് ടേക്കൺ ഫ്രം ഔട്ട്സൈഡർ, ലോൺ ബിക്കംസ് ലാബിലിറ്റി. സോ ഹിയർ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ മീൻ ക്യാഷ് കം ഇൻ ബിസിനസ്. അതുകൊണ്ട് തന്നെ ക്യാഷിന് എന്ത് ചെയ്ത്, നമ്മൾ ഡെബിറ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞ് നമ്മൾ എന്താണ് ക്യാഷ് ബിസിനസ്സിൽ വന്നുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത്, അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്, നമ്മൾ ലോൺ ഔട്ട്സൈഡർക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചു. നമ്മൾ ലോൺ ഔട്ട്സൈഡർക്ക് കൊടുക്കുകയാണ്, അതാണ് 2ാമത്തെ കേസ്. അപ്പോൾ നമ്മൾ ലോൺ ഔട്ട്സൈഡർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക നോക്കാം. ലോൺ അക്കൗണ്ട് ടു ഔട്ട്സൈഡേഴ്സ് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കാരണം എന്താണ്, വെൻ ലോൺ ഈസ് അഡ്വാൻസ്ഡ് ടു ഔട്ട്സൈഡർ
the loan become asset. Hence it is debited. This means cash goes out, so cash is credited. നമ്മളാണ് കൊടുത്ത ആൾ, നമ്മൾ ഔട്ട്സൈഡേഴ്സ്ക്ക് കൊടുത്ത്, ഇപ്പോൾ ലോൺ ടു ഔട്ട്സൈഡർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് എന്താണ് തിരിച്ച് കിട്ടാനുള്ള പൈസയാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെടുത്ത് ക്യാഷ് പോവുകയാണ്, അതുകൊണ്ട് ക്യാഷ് വാട്ട് ഗോസ് ഔട്ടാണ്, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തില്ല, നമ്മൾ അതിന് ക്യാഷ് പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്താണ് ഔട്ട്സൈഡർ ആരാണ്? സ്വീകരിച്ച ആളാണ്. അപ്പോൾ ലോൺ ടു ഔട്ട്സൈഡറിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത്. അങ്ങനെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം അയാൾ എന്താണ്? റിസീവറാണ്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വേറെ രീതിയിൽ നോക്കാം, നമ്മൾ ലോൺ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, അപ്പോൾ അത് അസറ്റാണ്, നമുക്ക് എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം? അതുകൊണ്ട് നമുക്കതിനെ ഡെബിറ്റ് ചെയ്യാം. അങ്ങനെ നോക്കാം. പക്ഷെ നമ്മൾ സാധാരണ എന്താ പറയുക, അമേരിക്കൻ അപ്രോച്ചിനേക്കാളും കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി ഇംഗ്ലീഷ് അപ്രോച്ചാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ ലോണ് ടു ഔട്ട്സൈഡർ ആകുമ്പോൾ പേഴ്സണൽ അക്കൗണ്ട് വെച്ച് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താ വരിക? പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് ദ റിസീവർ ആണ്. അപ്പം സ്വീകരിച്ച ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്തത്. അത് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ വെച്ച് നോക്കുമ്പോൾ ക്യാഷ് ഗോസ് ഔട്ടാണ്, ബിസിനസ്സിന് ക്യാഷ് പോവുകയാണ് ചെയ്തത്, അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ചെയ്ത്. അപ്പോൾ അത് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് കേട്ടോ. മെയിനായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ജേർണൽ എൻട്രീസ് ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നോക്കാം.